നമസ്കാരം. 4 പേരുടെ മരണത്തിനും 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ലഡാക്കിലെ സംഘർഷത്തിൽ സമര നേതാവ് സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തു. ദേശസുരക്ഷാ നിയമപ്രകാരമാണ് ലേ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം വാങ്ചുകിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ലേയിൽ നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്നുണ്ടായ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും 70ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വാങ്ചുകിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാങ്ചുകിന്റെ പരാമർശങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നത്. ഇതിനു പുറമെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്നാരോപിച്ച് വാങ്ചുക് നേതൃത്വം നൽകുന്ന ദ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന സന്നദ്ധ സംഘടനയുടെ ലൈസൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാങ്ചുക് പാകിസ്ഥാൻ സന്ദർശിച്ചതും CBI അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. ഇതിനെല്ലാം പുറമെ CBIയും ആദായ നികുതി വകുപ്പും വാങ്ചുകിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലഡാക്കിലെ സംഘർഷത്തിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലെന്ന് വാങ്ചുക് വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റ് ചെയ്താൽ കാര്യങ്ങൾ ഗുരുതരമാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 10 മുതൽ 35 ദിവസത്തെ നിരാഹാര സമരം വാങ്ചുക് പ്രഖ്യാപിച്ചിരുന്നു. ഈ സമരത്തിനിടെ ആരോഗ്യനില മോശമായ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് പിന്നീട് അക്രമാസക്തമായതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടാവുകയും വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ലഡാക്ക് കലാപത്തെക്കുറിച്ച് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിഷേധത്തെ നേപ്പാളിലെ ജൻസി കലാപത്തോടും ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തോടും ഉപമിച്ച വാങ്ചുകിന്റെ പ്രസ്താവനകളാണ് കലാപം അക്രമാസക്തമായതിന് കാരണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരോപിച്ചിരുന്നു. സോനം വാങ്ചുകിന്റെ അറസ്റ്റ് മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമരം ആരംഭിച്ചപ്പോൾ തന്നെ സോനം വാങ്ചുക് നേതൃത്വം നൽകുന്ന NGOയ്ക്കെതിരെ EDയും CBIയും അന്വേഷണവുമായി രംഗത്തെത്തിയിരുന്നു. വാങ്ചുകിന്റെ NGO സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സമരത്തിന് തുടക്കമിട്ടതോടെ തന്നെ അന്വേഷണ വലയത്തിലായിരുന്നു. 2018 റാമോൺ മഗ്സെ അവാർഡ് നേടിയ സാമൂഹ്യ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് LABയുടെ ആഭിമുഖ്യത്തിൽ സോനം വാങ്ചുക് ഉൾപ്പെടെ 15 പേരാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്നത്. സമരം നടന്നവരിൽ 2 പേരുടെ ആരോഗ്യസ്ഥിതി ചൊവ്വാഴ്ച വഷളായിരുന്നു. ഇതേ തുടർന്ന് നിരവധി യുവതിയുവാക്കൾ സമരപ്പന്തലിലെത്തുകയും ബുധനാഴ്ച ലഡാക്കിൽ ബന്ദിന് ആഹ്വാനം ചെയ്യുകയുമായിരുന്നു. ബുധനാഴ്ച നടന്ന ബന്ദിന് തുടർച്ചയായിട്ടാണ് കലാപം ഉണ്ടായത്. സോനം വാങ്ചുക് നയിക്കുന്ന NGOയുടെ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ലൈസൻസാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. വിദേശ സംഭാവന ചട്ടം ലംഘിച്ച് വൻതോതിൽ പണം കൈപ്പറ്റിയെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശനം നടത്തിയെന്നുമുള്ള പരാതികളെ തുടർന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടി. അന്വേഷണ സംഘം സോനം വാങ്ചുകിന്റെ ഓഫീസിലെത്തി രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള തീരുമാനം സ്വീകരിച്ചത്. ലഡാക്ക് സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം കേന്ദ്രം ആവർത്തിച്ചിരുന്നു. ഒക്ടോബർ 6 ചർച്ച നിശ്ചയിച്ചിരിക്കെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് BJPയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ആരോപിക്കുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധിക്കാൻ യുവാക്കൾക്ക് രാഹുൽ ഗാന്ധി നൽകിയ ആഹ്വാനം ലഡാക്കിൽ സംഘർഷത്തിന് കാരണമായെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന പദവിയും സ്വയംഭരണാവകാശവും ഒരുമിച്ച് നൽകുന്നതിൽ കേന്ദ്രത്തിന് താൽപ്പര്യമില്ലായിരുന്നുവെന്നും എന്നാൽ സംഘർഷം രൂക്ഷമാകാതിരിക്കാനാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നുമാണ് സോനം വാങ്ചുകിന്റെ പ്രതികരണം. സംഘർഷം ശക്തമായതിനെ തുടർന്ന് സോനം വാങ്ചുക് ആരംഭിച്ച നിരാഹാരം അവസാനിപ്പിച്ചതിനെയും കേന്ദ്രം സംശയത്തോടെ കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ പ്രകാരം പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നത് പോലെ നടപടികളിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ പറയുന്നു. കേന്ദ്ര സർക്കാരുമായി വാങ്ചുക് ഇടയുന്നത് ലഡാക്കിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോഴാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ജമ്മു കാശ്മീർ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറി. അതേസമയം ലേയും കാർഗിലും സംയോജിപ്പിച്ച് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി. ഇതിനെതിരെയാണ് സോനം വാങ്ചുകിന്റെ സമരം. തങ്ങൾക്ക് പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്നും പ്രത്യേക പരിസ്ഥിതി മേഖലയായ ലഡാക്കിൽ തങ്ങളുടേതായ സർക്കാർ വന്നാൽ മാത്രമേ വികസനം പൂർണ്ണതോതിൽ നടത്താൻ കഴിയൂ എന്നുമാണ് അവരുടെ വാദം.